നമ്മളിന്ന് ഒരു ഡേ ഔട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാം. അതെ, പൊളിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. മനസ്സിലാവത്തുള്ളൂ. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം പോണത് ആഫ്റ്റർ മാരേജ് കേട്ടോ. മാരേജിന് ശേഷം ഞാൻ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയിട്ടേ ഇല്ല. കാരണം നമ്മൾ മെജോറിറ്റി ടൈം ഓഫീസിലാണ്. സോ അല്ലാത്ത സമയം ഐ പ്രിഫർ ടു ബി വിത്ത് മൈ ഫാമിലി. സോ ഇന്ന് നമുക്ക് ഓൺ ഡ്യൂട്ടി ആയിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ട്. സോ അത് ഫുൾ ഡേ ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു പുറത്തൊക്കെ ഇന്ന് ചെറുതായിട്ട് കറങ്ങിയിട്ട് വരാം. എന്താണ് ഇത് ഓൺ ഡ്യൂട്ടിയാണ് കേട്ടോ. ഔട്ടിങ്ങിനാണ് നമ്മൾ പറയുന്നത്, അറിയത്തില്ല. നമ്മൾ ഓൺ ഡ്യൂട്ടി പോവാണ്. ഒരു കമ്പനിയിലോട്ട് പോവാണ്. നമ്മുടെ പിള്ളേരുണ്ട്, പിള്ളേർ അവിടെ ജോയിൻ ചെയ്യും. നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് അവിടുത്തെ വിസിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്ത് കറങ്ങാമെന്നാണ് പ്ലാൻ. ലെറ്റ്സ് സീ. സുപ്പ് ഇടയ്ക്കിടയ്ക്ക് കറങ്ങുന്നതാണ്. പിന്നെ എവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോകുന്നു നോക്കാം. ഇത് വന്നിട്ട് നമ്മൾ പോകുന്നത് ബൊംസാന്ദ്ര സൈഡിലോട്ടാണ്. അപ്പോൾ മുന്നേ ഞാൻ ഇലക്ട്രോണിക് സിറ്റിയിലായിരുന്നു. അപ്പോൾ എനിക്ക് നൊസ്റ്റാൾജിയ കുറേ ഉള്ള സ്ഥലങ്ങളാണ്. സോ ലെറ്റ്സ് ഗോ എൻജോയ്. അങ്ങനെ മെട്രോ ഒക്കെ കയറി നമ്മൾ മെജസ്റ്റിക് എത്തി. ഭയങ്കര റഷായിരുന്നു. ഇത്രയും ആളുകളെല്ലാം നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ്. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ബസ്സിന് വേണം ഇനി ബൊമ്മസാന്ദ്രയ്ക്ക് പോകാനായിട്ട്. അവിടേക്ക് ഡയറക്റ്റ് മെട്രോ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു മെട്രോ സ്റ്റേഷനാണ് ഈ മെജസ്റ്റിക്. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, ഭയങ്കര റഷാണ് കേട്ടോ. ഭയങ്കര റഷ് എന്ന് വെച്ചാൽ ഭയങ്കര റഷാണ്. അവിടെ വെച്ചതാ നമ്മളൊരു ക്യൂട്ട് ബേബീനെ പരിചയപ്പെട്ടു. പേരൊന്നും ചോദിച്ചില്ല. അത് സുപ്പുവിൻ്റെ കൂടെ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. മെജസ്റ്റിക് മെട്രോയുടെ എൻട്രൻസ് സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നിറയെ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഗാന്ധിജി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ദണ്ഡി യാത്ര, ഉപ്പ് സത്യാഗ്രഹം, അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാം വരച്ചിരിക്കുന്നത് അശോക് ഭണ്ഡാരി എന്ന് പറഞ്ഞിട്ടൊരാളാണ്. എന്തായാലും സംഭവം കൊള്ളായിരുന്നു. ഈ തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മെജസ്റ്റിക് മെട്രോയുടെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ക്ലീൻലിനെസ്സിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഭയങ്കര വൃത്തിയായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാലോ അതിൻ്റെ ഡെഡ് ഓപ്പോസിറ്റാണ്. നമ്മുടെ ബോധം പോവും. അമ്മാതിരി സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അറപ്പാവും കേട്ടോ. ആ ഏരിയ കൂടെ പോകാനേ തോന്നത്തില്ല. അപ്പം അവിടെ നിറയെ സ്പിറ്റ് ചെയ്തിട്ടും യൂറിൻ പാസ് ചെയ്തിട്ടും ഒക്കെ ഭയങ്കര വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ പബ്ലിക് തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഇല്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മളിതാ ബസ് കയറി യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. ബാംഗ്ലൂർ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഇതൊക്കെ തന്നെയായിരിക്കും ഓർമ്മ വരിക. ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ. എന്താ ഇതിന് മാത്രം ട്രാഫിക് എന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഭയങ്കര ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുത്തു പോകാം. അമ്മാതിരി ട്രാഫിക്കായിരുന്നു. ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ബൊമ്മസാന്ദ്രയ്ക്ക് മാക്സിമം ഒരു 10 minutes ആണ് എടുക്കുക, അല്ലെങ്കിൽ ഒരു 15 minutes. പക്ഷേ ഞങ്ങൾ മോർ ദാൻ ഹാഫ് ആൻ അവർ എടുത്തു കേട്ടോ. അമ്മാതിരി ട്രാഫിക്കായിരുന്നു. അങ്ങനെ ഒരു ഹെക്റ്റിക് യാത്രയും കഴിഞ്ഞ് ഞങ്ങളിതാ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഫനൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലോട്ടാണ്. അവരുടെ ഓപ്പൺ ഹൗസ് ആയിരുന്നു. സോ നമ്മൾ പിള്ളേരെയൊക്കെ കൊണ്ടിട്ട് ഇതിങ്ങനെ കാണിക്കാൻ വന്നിരിക്കുന്നതാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാണാനുണ്ട്. ഇൻഡസ്ട്രീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ കുറേ എന്താ പറയുക, കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റി. അങ്ങനെ അവിടെ വിസിറ്റർ വന്നവർക്ക് ഇത് അടിപൊളി സ്നാക്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുപ്പു ആ ബോക്സിനകത്ത് എന്താണെന്നുള്ളത് നോക്കുകയാണ്. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്കിത് ഒരു കടലമിഠായി, ടിഷ്യൂ, പിന്നെ ഒരു മാംഗോ ജ്യൂസ്. അപ്പം ഇത് പേപ്പർ ബോട്ടിൻ്റെ ഒരു അൽഫോൺസോ മാംഗോ ജ്യൂസാണ്. പിന്നെ നമുക്കൊരു ബണ്ണ് പോലത്തെ ഒരു സാധനമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ ഫുഡ് ഹണ്ടിന് ഇറങ്ങി. ഉച്ച സമയം ആയതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. ഒത്തിരി നടക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അടുത്ത് കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ അങ്ങോട്ട് ഓടിക്കയറി. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബിരിയാണിയും പിന്നെ റൊട്ടിയായിരുന്നു. അപ്പോൾ ഇതൊരു മാംഗ്ലൂർ ബേസ്ഡ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ബിരിയാണി കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ റൊട്ടിയും കഴിച്ച് നോക്കണം. റൊട്ടിയുടെ കൂടെ ചിക്കൻ ഗ്രേവിയും ഉണ്ട്, 2-3 പീസും ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇതാ വീണ്ടും ബസ് കയറി. ഏകദേശം 3 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. ബസ് കയറി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം പോകാൻ പോണത് ഫോറം മാൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് ഉള്ളതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാനിത് വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത്. സോ വേർ ആർ വി നൗ? കേട്ടോ, നമ്മൾ ഫോറത്തിൽ വന്നിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ മറന്നതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ മുകളിൽ പോയി താഴോട്ട് വന്നു. പുറത്ത് പോകാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇതിൻ്റെ വന്നു കേട്ടോ.
കണ്ടോ നമ്മുടെ ക്രിസ്മസിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ട്. സോ നൈസ്. എന്തോന്ന് വിന്റർ ഷോപ്പിംഗ്. ഓക്കെ ആണ് ഫോറം മോൾ ഓഫ്. ഇവിടെ മുഴുവൻ ഓടി നടക്കുന്ന സുപ്പൂനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ എല്ലാം ഉണ്ട്, സാരിയൊക്കെ ഉണ്ട്, ഷോപ്പേഴ്സ് സ്റ്റോപ്പ് ഉണ്ട്, പിന്നെ എന്താണ്ടൊക്കെയോ ഉണ്ട് ഗൈസ്. നിറയെ സാധനങ്ങളുണ്ട് ഇവിടെ. ഇതിൻ്റെ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ബ്യൂട്ടിഫുൾ. എവിടെ പോയി കഴിഞ്ഞാലും ഒരു മിറർ സെൽഫി എങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ശ്വാസം മുട്ടലാന്നേ. നിങ്ങളും അങ്ങനെയുള്ളവരാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലായിടവും ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. അതും കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ശരി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന്. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ നേരെ KFCയിലോട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുറച്ച് പിള്ളേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഇതാ ഇങ്ങനെ ഫുഡൊക്കെ മേടിച്ച് അടിപൊളിയായിട്ട് കഴിക്കുകയാണ്. അങ്ങനെ KFC ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു കറങ്ങാത്ത ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ വിട്ടുപോയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ കറങ്ങാമെന്ന്. അങ്ങനെ അവിടെ കണ്ട ഒരുവിധം ഷോപ്പുകളിൽ മുഴുവൻ കയറി കേട്ടോ. അങ്ങനെ എങ്ങാണ്ടൊക്കെയോ കറങ്ങാൻ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ട് ഇതായി മുതലിപ്പോൾ എന്നെ തിരിച്ച് വീട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഡേ ഔട്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്. ബൈ.